ഫാമിലിനെ ഇങ്ങനെ ഓടിച്ചിട്ട് അവരുടെ പുറകെ നടന്ന് തുരത്തി റിയാക്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് മുട്ടയിൽ പണി വരാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു. ഫണ്ണേ പാർട്ട്. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൃഷ്ണകുമാർ ഫാമിലിനെ കുറിച്ച് തന്നെയാണ്. അതിലെ ദിയ കൃഷ്ണയ്ക്കാണ്. ദിയ കൃഷ്ണ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന, എല്ലാവരോടും കൈൻഡ് അല്ലെങ്കിൽ സ്നേഹം, ശാന്തി, സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഒരു പിഞ്ച് കുഞ്ഞാണെന്ന് ഞാൻ ഇന്ന് ഈ നിമിഷമാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ കൂടി ആ നഗ്ന സത്യം മനസ്സിലാക്കണം. അല്ലാതെ നമ്മളും നിങ്ങളും ഒക്കെ പറയുന്നത് പോലെ അഹങ്കാരിയായ കുട്ടിയോ അല്ലെങ്കിൽ എല്ലാത്തിനോടും പുച്ഛമുള്ള കുട്ടിയോ അല്ല. നിങ്ങൾ ആരും ഇനി അങ്ങനെയൊന്നും പറയുകയേ ചെയ്യരുത്. അഹാന കൃഷ്ണനെ മറ്റുള്ള സ്വന്തം സഹോദരിമാരെയും സംരക്ഷിക്കാനും അവരുടെ മുഖത്തോട്ട് വെള്ള പൂശാനും അഴിഞ്ഞു വീണ എല്ലാ നന്മമര മുഖംമൂടിയും തിരിച്ച് അതുപോലെ തന്നെ എടുത്ത് പ്ലേസ് ചെയ്യാനുമായിട്ട് ഒരു ബ്ലോഗുമായിട്ട് ചേച്ചി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട് നമ്മൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കുക? വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീട്ടിലെ പുറത്തിറങ്ങി കല്ലെറിയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എനിക്ക് നിങ്ങൾ അവരുടെ വീട്ടിന്റെ വെളിയിൽ നമ്മളെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. നമ്മളായിട്ട് പോയി നിന്ന് കല്ലെറിഞ്ഞിട്ടുണ്ടെന്ന് അവിടെ പൊട്ടനാണ് നമ്മൾ അവരുടെ തന്നെ ബിഗ്ഗസ്റ്റ് ഫാനാണ്. ബിക്കോസ് ഇഷ്ടമില്ലാത്ത ആളുടെ വീട്ടിൽ വെളിയിൽ നമ്മൾ എന്തിനു പോയി നിന്ന് കല്ലെറിയണം? നമ്മൾ അവരെ മൈൻഡ് ചെയ്തിരിക്കുക. അവർ മരിച്ചതുപോലെ നമ്മളങ്ങ് പെരുമാറുക. മനസ്സിലായില്ലേ? ഇപ്പം അവരുടെ വീട്ടിലേക്ക് പോകണ്ട, അവരുടെ കാര്യങ്ങളിൽ എത്തി നോക്കണ്ട എന്നൊക്കെയാണ് ദിയ പറയുന്നത്. നിങ്ങളുടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വന്ന് എത്തി നോക്കിയല്ല നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നാട്ടുകാർ അറിയുന്നത്. നിങ്ങളുടെ അമ്മ തന്നെ CCTV ഫുട്ടേജുകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളുടെ അമ്മ തന്നെ വോയിസ് നോട്ടുകൾ റാൻഡം പീപ്പിൾ ആൾക്കാർക്ക് മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെയാണ് പ്രശ്നം, ഡയലോഗുകൾ പറയുന്നതിന്റെ വോയിസ് ക്ലിപ്പുകൾ പുറത്തോട്ട് വരുന്നു. അല്ലെങ്കിൽ ദിയ കൃഷ്ണ എന്തൊക്കെയാണ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ എന്റെ കുട്ടിയുടെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കാത്ത എന്തുകൊണ്ടാണ്? ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിക്കുന്ന ആൾക്കാർ വരും, അവർ വന്ന് എന്റെ കുട്ടീനെ എടുത്തുകൊണ്ട് പോകും, താലോലിക്കും, ഉമ്മ വയ്ക്കും, പിന്നെ തിരിച്ചു തരില്ല. പിന്നെ ആ വിളിക്കുന്നവരൊക്കെ വന്ന് ഞം വെച്ച്, അതായത് ഭക്ഷണം കഴിച്ച് കഴിയുന്നേരം വരെ നമ്മൾ അവിടെ നോക്കൂത്തി പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം ദിയ പങ്കുവച്ചൊരു സ്റ്റോറി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ നിങ്ങൾ ഉമ്മ വയ്ക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് കുഞ്ഞുമക്കളെ ഉമ്മ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ഗോ ആൻഡ് മേക്ക് വൺ. നിങ്ങൾ പോയി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉമ്മ വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ ലോ ലെവലിലോട്ട് ഒരു മാതൃത്വത്തെ എത്ര ഹൊറിബിൾ ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാവോ അങ്ങനെ പ്രസന്റ് ചെയ്തൊരു വ്യക്തിയാണ് ദിയ. പിന്നെ ആരാണ് ബാക്കിയുള്ളത്? ഹൻസിക കൃഷ്ണ. അവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്കായ സമയത്ത് അവർ പങ്കുവച്ച പോസ്റ്റുകളും അവർ ഷെയർ ചെയ്ത സ്റ്റോറികളും ഒക്കെ കണ്ട ഹൻസികയുടെ ധാർഷ്ട്യവും പുച്ഛവും എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു കേക്ക് എടുക്കാൻ പോയ അപ്പച്ചയുടെ കൈ പിന്നോട്ട് വലിച്ചപ്പോൾ ഇഷാനി കൃഷ്ണയും എയർലോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു കുടുംബം മുഴുവൻ ഇത്രയും നാളും ധാർഷ്ട്യവും പുച്ഛവും മാത്രം നമ്മളിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം ഇരുന്ന് പറയുക? നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ നല്ലത് മാത്രം നിങ്ങളെക്കുറിച്ച് പറയണമെന്ന് എക്സ്പെക്ട് ചെയ്യുക? ദിയ പോലും ഇത്രയും മനസ്സ് തുറന്ന്, ദിയ പോലും ഇത്രയും ഒരു ഉള്ളിലുള്ള കാര്യം ഇത്രയും സൗമ്യമായി, മാന്യമായി, സമാധാനപരമായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത് ആദ്യമായിട്ടല്ലേ ദിയ? സ്വന്തം ബ്ലോഗുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കൂ, എന്നിട്ട് നമ്മൾ ഉപദേശിക്കാൻ വരും. സ്വന്തമായിട്ട് നല്ല പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളും ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോയുടെ നിങ്ങളുടെ നല്ലത് തന്നെ പറയും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം പറയാതിരിക്കാനെങ്കിലും ശ്രമിക്കും. ഉപദ്രവിക്കാനും വരില്ല, നല്ലതിനും വരില്ല. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മറ്റുള്ളവരെ മുറത്തിൽ കയറി കൊത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം എന്ന് പറയുന്നതിൽ യാതൊരുവിധ ധാർമ്മികതയും ഇല്ല. ദിയ അതുകൂടി ഉൾക്കൊണ്ടിട്ട് സംസാരിക്കുന്നത് ബെറ്റർ ആയിരിക്കും ഇൻ ഫ്യൂച്ചർ അറ്റ്ലീസ്റ്റ്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ഒരു വഴി ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എന്നെ പറ്റില്ല, നിങ്ങൾ മോശം പറയുന്ന എല്ലാവരെയും പറ്റി ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും നല്ലത് കണ്ടുപിടിക്കാൻ പറ്റും ലൈഫിൽ. എന്നാൽ അവരെ പറ്റി പോസിറ്റീവ് റിയാക്ട് വീഡിയോ ഇടുക. നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് റിയാക്ഷൻ വീഡിയോ കണ്ടു തുടങ്ങിയാലോ? ദാറ്റ് വുഡ് ബി നൈസ് ടു റൈറ്റ്? വൈ ബി സോ റൂഡ്? വൈ ബി സോ ക്രൂവൽ? നമ്മുടെ ലോകം അങ്ങനെ ആയി മാറിയിരിക്കുക. സോ ലെറ്റ്സ് ഓൾ ബി മോർ കൈൻഡ് ആൻഡ് ലവിംഗ് ടുവേർഡ്സ് ഈച്ച് അതർ. ആരായാലും എന്തായാലും, ആണായാലും പെണ്ണായാലും വയസ്സായ ആളായാലും നമ്മൾ അവർ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി വല്ലതും അറിയാവോ? ഇല്ല. എന്നുണ്ടെങ്കിൽ ഡോണ്ട് കമന്റ് എനിത്തിങ്. മനസ്സിലായില്ലേ? നല്ല കമന്റ് ചെയ്യണമെന്നില്ല. ആദ്യം ഒന്നിന്റെ അടുത്ത് നല്ലത് നമുക്ക് ഫ്രീ ആയിട്ട് ആർക്കും നല്ലത് കൊടുക്കണ്ട. പക്ഷേ ഫ്രീ ആയിട്ട് മോശം കൊടുക്കാമെങ്കിൽ നല്ലത് കൊടുക്കാമല്ലോ. അത്ര ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ലേ? സോ യാ, ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഇൻ വെരി പോസിറ്റീവ് നോട്ട്. എന്നെ സ്നേഹിക്കുന്നവരോട് എല്ലാവരോടും ഐ ലവ് യു. ഇത് ഞാൻ ദിയയുടെ തലയുടെ മുകളിൽ ഒരു ഗോൾഡൻ കളർ വട്ടമൊക്കെ കാണുന്നു. നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? എടുത്തുകൊണ്ട് വന്നൊരു ചില്ലുകൂടി എടുത്ത് ഇരുത്തിയാലോ? അത്രയ്ക്ക് വലിയ മഹത് വചനങ്ങളല്ലേ പറയുന്നത്? എന്താ പറയുക, സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടേണ്ട മഹത് വചനങ്ങളല്ലേ ഘോരം ആ വായിൽ നിന്ന് മുത്തുമണികൾ പോലെ പൊഴിഞ്ഞു വീഴുന്നത്? ദിയ തിരിച്ചറിയുമ്പോൾ നല്ലതാണ്. കുറേയധികം തെറ്റുകൾ നാട്ടുകാരെല്ലാവരും കൂടി ചൂണ്ടിക്കാണിക്കുമ്പോഴും സബ്സ്ക്രൈബേഴ്സിന്റെയും ഫോളോവേഴ്സിന്റെ എണ്ണം കുത്തനെ താഴോട്ട് പോകുമ്പോഴും സിയാബൈ അഹാദിഷിലെയും അല്ലെങ്കിൽ ഓബൈ യോസിലെയും കച്ചവടമൊക്കെ അങ്ങ് കുറയുമ്പോഴും ഒക്കെ തിരിച്ചറിവുകൾ വരും. അത് സ്വാഭാവികമാണ്. അത് തിരിച്ചടികളിലൂടെ കിട്ടിയ തിരിച്ചറിവാണ്. അതിനി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ദേ ഇവിടെ പറയുകയാണ്, ഒരാളെ കുറിച്ച് നിങ്ങൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ച് ദിവസങ്ങൾ, മാസങ്ങൾ എടുത്ത് ദിയയുടെ കുടുംബത്തിന്റെ ഒരു പോസിറ്റീവ് കാര്യം കണ്ടെത്തുക. എന്നിട്ട് അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്താൽ പോലെ എന്തിനാണ് നിങ്ങൾ നെഗറ്റിവിറ്റി പറയുന്നത്? പിന്നെ നിങ്ങൾ കമന്റ് ഇടുമ്പോൾ ആലോചിക്കുക, ഈ കമന്റ് ഇസ് നെസസറി? ഈ കമന്റ് അത്യാവശ്യമാണോ? ഈ കമന്റ് ഇടുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ കുറച്ചും കൂടെ ഒരു സംയമനം പാലിക്കുന്നതല്ലേ നല്ലത് എന്ന് ഈ 3 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വിരൽ ചൂണ്ടാനൊക്കെയാണ് ദിയമയുടെ പറയുന്നത്. എന്ന് മുതലാണ് ദിയ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയെന്ന് ആർക്കുമ്പോഴാണ് എനിക്ക് ഞാൻ വികാരാധീനമായി പോകുന്നത്. ഈ 3 കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണോ ദിയ നിങ്ങളും നിങ്ങളുടെ സഹോദരിമാരും കച്ചവടം നടത്തുന്നതും പ്രതികരിക്കുന്നതും സ്റ്റോറീസ് പങ്കുവയ്ക്കുന്നതും വീഡിയോകൾ ഷെയർ ചെയ്യുന്നത്? ദിയ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദിയ ഈ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോറീസ് എന്തൊക്കെയാണ്? നിങ്ങളെയും നിങ്ങളുടെ ഹസ്ബൻഡിനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്ന ആൾക്കാർ വിഷങ്ങളാണ്. അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും, നിങ്ങളുടെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും അവരെ അകറ്റി നിർത്തുക. ഇതുകൊണ്ട് ആരെയാണ് വിരൽ ചൂണ്ടുന്നത്? ഇത് ഉറപ്പായിട്ടും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അശ്വിന്റെ അച്ഛനെയും അമ്മേനെയും അശ്വിന്റെ കുടുംബത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇല്ലോസിനെയും അമ്മായി അച്ഛനെയും അമ്മായിയമ്മേനെയും ഒക്കെ കുത്തുവല്ലേ ഈ സ്റ്റോറിയിൽ കൂടെ ദിയ ചെയ്തത്? വഴിയിൽ കൂടെ നടക്കുന്നവരെ ഒന്നും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരു അമ്മ ഇരിപ്പുണ്ട്. അതാണ് സിന്ധു കൃഷ്ണ. ഈ ഡയലോഗ് ഞാൻ പറഞ്ഞതല്ല, ദിയ കൃഷ്ണ പറഞ്ഞതാണ്. നിങ്ങളോട് യാതൊരുവിധ തെറ്റും ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ചെയ്യാത്ത അശ്വിന്റെ അമ്മയുടെ വഴി കൂടെ പോകുന്ന ഒരാളെന്നും അച്ഛനെ വഴിപോക്കൻ എന്നൊക്കെ വിളിച്ചത് എന്തിനാണ്? അത് നമ്മളാണോ വിളിച്ചത്? അപ്പോൾ ദിയയും സംഘവും അല്ലെങ്കിൽ ദിയയും സഹോദരിമാരും ഒരു പ്രവൃത്തി ചെയ്യുകയും ആ പ്രവൃത്തിക്ക് തിരിച്ചടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വന്ന് നമ്മളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് എന്താ പറയുക കർക്കിടക മാസത്തിലെ നന്മമരമായിട്ട് നിന്നാൽ നമ്മൾ അത് ഉൾക്കൊള്ളുവതിയ. കൃഷ്ണകുമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ മകൾ അത്രയല്ലേ ചെയ്തുള്ളൂ, ഞാനായിരുന്നെങ്കിൽ ആ അമ്മേനെ അല്ലെങ്കിൽ ആ പുള്ളിക്കാരന്റെ വീട്ടിൽ കയറി ചവിട്ടിയേനെ തൊഴിച്ചേനെ എന്ന് പറഞ്ഞ ആളാണ് സ്വന്തം ഭാര്യയുടെ അമ്മേനെ, അതായത് സ്വന്തം അമ്മേനെ പോലെ കാണേണ്ട ഒരു സ്ത്രീനെ
അവരെ വീട്ടിൽ കയറി തൊഴിച്ചേനെ എന്നാണ് ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായ കൃഷ്ണകുമാർ പറഞ്ഞു വെച്ചത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന നന്മകളല്ല, നിങ്ങളുടെയൊക്കെ വായിൽ നിന്ന് നിങ്ങളൊക്കെ വായിൽ കൂടെ പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നന്മകളല്ല. നമ്മളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. രക്ഷണഭിത്തി തീർക്കാൻ വേണ്ടിയിട്ട് ദിയ രംഗത്ത് വന്നാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ പോകെ പോകെ നിങ്ങളുടെ പ്രവൃത്തികളിലും വാക്കുകളിലും മാറ്റം സംഭവിച്ചാൽ മലയാളികൾ അതെല്ലാം ഉൾക്കൊള്ളും. അല്ലാതെ എന്നും എക്കാലവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും വെറുപ്പ് സ്വീകരിച്ചോണ്ടോ വെറുപ്പ് സൂക്ഷിച്ചോണ്ടോ ഇരിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എന്തായാലും ഇവർ മാറാൻ തുടങ്ങി, ഇവർ കുറേയൊക്കെ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ അഹാനയുടെ പേജ് എടുത്ത് നോക്കിയാൽ അവർ അശ്വിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അശ്വിന്റെ പേജ് എടുത്ത് നോക്കിയാൽ അശ്വിൻ അഹാനെ ഫോളോ ചെയ്യുന്നുണ്ട്. നേരത്തെ അശ്വിൻ അഹാനെയോ അവർ തിരിച്ച് ഇങ്ങോട്ടോ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള വീഡിയോ ഞാൻ എന്റെ യൂട്യൂബിൽ ഫസ്റ്റ് ചെയ്തത് ഞാനാണ്. അപ്പോൾ അതൊക്കെ ഇവർ നോട്ട് ചെയ്യുന്നുണ്ടെന്നും ഇവർ അതെല്ലാം തിരുത്തി മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലായി. അല്ല, ഇവർ പറഞ്ഞ കാര്യങ്ങളിലും ഇവർ ചെയ്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തിനാണ് അഹാന അശ്വിനെയും അശ്വിൻ അഹാനെയും ഫോളോ ചെയ്തത്? അപ്പോൾ പറയുന്നതിനൊക്കെ കുറച്ചൊക്കെ തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, നല്ലത്. പക്ഷേ അത് അഭിനയം മാത്രമാവരുത്. എന്താ പറയുക, വിമർശനങ്ങളും ജഡ്ജ്മെന്റ്സും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്താകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. പക്ഷേ ഫോളോ ചെയ്യുന്നില്ല, ഒരു കുടുംബത്തിലെ തന്നെ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തു മാത്രമേ ഉള്ളൂ. ഫോളോ ചെയ്യാൻ നമ്മൾ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ തീരുമാനം